പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി 16 അധ്യായം 13 വാക്യം മുതൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ദൈവത്തിന് സ്തുതി. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഈ വചനഭാഗം വായിക്കുമ്പോൾ എല്ലാം ക്രിസ്തു എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. നമ്മുടെ ഉത്തരവും അത് തന്നെയായിരിക്കട്ടെ. അത് ഈ ബൈബിളിൽ വായിച്ചതുകൊണ്ട് മാത്രമാകാതിരിക്കട്ടെ. പൂർണ്ണ ബോധ്യത്തോടെ ക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുവാനും ആദരിക്കുവാനും സ്നേഹിക്കുവാനും ഉള്ള വിവേകം ഈ വചനഭാഗങ്ങളിൽ തന്നെ പറയുന്നു. അത് പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും നിനക്ക് യേശു ആണ് ഏകരക്ഷകൻ. യേശു പിതാവിൻ്റെ പുത്രൻ എന്ന വസ്തുത ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിനക്ക് വെളിപ്പെടുത്തി തരാൻ സാധിക്കുകയില്ല. അങ്ങനെ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോധ്യം, നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, ക്രിസ്തു ദൈവത്തിൻ്റെ ജീവിക്കുന്ന ഏക ദൈവത്തിൻ്റെ പുത്രൻ എന്ന ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് പിതാവിന് നന്ദി പറയാം. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. കാരണം അത് നമ്മുടെ മേന്മയാലല്ല, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഔദാര്യത്താലാണ് നമുക്ക് ആ ബോധ്യം വരുന്നത്. ഇനി ഇത്രയ്ക്ക് ബോധ്യമില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരുതരം സങ്കുചിത ചിത്തരാണെങ്കിൽ, നമുക്ക് പൂർണ്ണ ബോധ്യം ഇപ്പോഴും വന്നിട്ടില്ലെങ്കിൽ ആ ബോധ്യത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, ലോകരക്ഷകനായ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്
പാപികളായ മനുഷ്യർക്ക് വേണ്ടി സദ്വാർത്തയുമായി, മാനസാന്തരത്തിൻ്റെ സദ്വാർത്തയുമായി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവൻ. ക്രിസ്തു ഏകരക്ഷകൻ. ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിലേക്ക് ഒരു വഴി ഇല്ല, മാർഗമില്ല. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന പൂർണ്ണ ബോധ്യത്തോടെ ക്രിസ്തുവിനെ ആശ്ലേഷിക്കാൻ, സ്നേഹിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ വളർത്താൻ നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പം നമ്മളും ക്രിസ്തുവിനെ ഏകദൈവത്തിൻ്റെ ജീവിക്കുന്ന ഏകദൈവത്തിൻ്റെ പുത്രനായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ബൈബിളിലെ എല്ലാ വചനങ്ങളും നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ചിലത് മാത്രം സെലക്റ്റീവായിട്ടെടുത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും പള്ളിയിലൊക്കെ പോകുമ്പോൾ എന്നെ വിഷമിപ്പിക്കുന്നൊരു കാര്യം, ഒന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ലേറ്റായിട്ട് എത്തുന്നത്. സർവശക്തനായ ദൈവം സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാൻ പോകുന്ന നമ്മൾ ലേറ്റായിട്ട് അവിടെ എത്തുന്ന ഒരു കാര്യം ഒരു വലിയ വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളൊരു എയർപോർട്ടിൽ ലേറ്റായിട്ട് പോവുകയില്ല, നമ്മളൊരു മീറ്റിങ്ങിന് ഒരു VIP ആയിട്ടുള്ള മീറ്റിങ്ങിന് ലേറ്റായിട്ട് പോവുകയില്ല. പക്ഷേ സർവശക്തൻ സ്ഥാപിച്ച വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ലേറ്റാകും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ ഇടയിൽ കുറേ പേർ പള്ളിക്ക് പുറത്ത്, കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ വേറൊരു കൂട്ടർ വിശുദ്ധ കുർബാന എല്ലാവർക്കും വൈദികൻ കൊടുക്കുന്ന സമയത്ത് ആ വിശുദ്ധ അപ്പം സ്വീകരിക്കാതെ ഇറങ്ങിപ്പോകും. വലിയ ഒരു സെലിബ്രേഷന് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ മറുതലിച്ച് ഇറങ്ങിപ്പോരുന്നതിന് അതിനേക്കാൾ ഭീകരമാണ് അത്. അപ്പോൾ എന്നെ കേൾക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ അത് തിരുത്തുക. വിശുദ്ധ കുർബാന ദൈവം സ്ഥാപിച്ചതാണ്, മനുഷ്യർക്കായി സ്ഥാപിച്ചതാണ്. അതതിൻ്റെ പൂർണ്ണതയോടുകൂടെ നമ്മളതിൽ സംബന്ധിക്കുകയും നമ്മുടെ നന്ദി പ്രകടനം, ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് ബലിയർപ്പിക്കുകയും ആ ബലിയിൽ സജീവമായി സംബന്ധിക്കുകയും ചെയ്യുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിക്കുക. ഇതിനുള്ള തുറവിയും ജ്ഞാനവും എല്ലാം സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ദൈവം നമ്മോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മറ്റുള്ളവർ പറയുന്നതല്ല, ഞാൻ ആരാണെന്നാണ് ഞാനും നിങ്ങളും പറയുന്നത്. ഇത് ഓരോ വ്യക്തികളോടുമുള്ള കർത്താവിൻ്റെ ചോദ്യമാണ്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും പറയുന്നത്? ആമേൻ.